ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആദ്യം വിശ്വാസത്താൽ അതായത് അറിവ് കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ടാകും. വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പ്രാർത്ഥനാ ജീവിതം, പിന്നെ ഉപവാസമുണ്ട്, പിന്നെ എന്താണ്? അതായത് വിശ്വാസം, പ്രത്യാശ, പിന്നെ എന്താ ഉള്ളത്? സ്നേഹമെന്നും സംഭവമുണ്ട്. അതാണ് ഗലാത്യർ 5:6. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, ഉടമ്പടി അതാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ വല്ലതൊക്കെ വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6. അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ, ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? എല്ലാം അപ്പാനെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാലുമാറി, അപ്പായെ കാണാനില്ല. അപ്പോൾ എലോയ് ലമാസമക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്തു ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയും ഐ കം ഓൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ക്രിസ്തു കടന്നുപോയെന്ന വഴികളനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളീ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടും വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കൂനയെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്? അത് ആ നിലവാരം തന്നെ ഈ പണ്ടാരത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് വിറയും. കർത്താവിന് പടി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്നുണ്ട്. ഇത് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. ഈ സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. Take the word of God. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 16:23. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല.